പ്രൈസ് ദി ലോർഡ്. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ദൈവത്തിന് നന്ദി പറയുവാനും ഇടപെടാതെ പ്രാർത്ഥിക്കുവാനും സന്തോഷത്തോടെ ആയിരിക്കുവാനും തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ നമ്മുടെ തിരക്കിട്ട ജീവിതത്തിൽ നാം ആദ്യം ഒഴിവാക്കി നിർത്തുന്നതും ഈ കാര്യങ്ങൾ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും മനുഷ്യൻ അറിഞ്ഞും അറിയാതെയും 1-ാം പ്രമാണ ലംഘനം നടത്താറുണ്ട്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന വിശുദ്ധ കൽപ്പന മറന്നു പോകുന്നു. എന്നാൽ ദാനിയേലിന്റെ പുസ്തകത്തിൽ നാം കാണുന്നു, ദാനിയേൽ ദൈവത്തിന്റെ മുൻപിൽ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തന്റെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം ദൈവത്തിന് കൊടുക്കുകയും ചെയ്തപ്പോൾ ദൈവദൂതൻ ദാനിയേലിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ദാനിയേലേ, ദൈവം എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നീ എളിമപ്പെടുവാൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. സങ്കീർത്തകൻ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കര കവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വർണ്ണ വിഗ്രഹമുണ്ടാക്കി ബാബിലോൺ ദേശത്തെ ദൂരാ താഴ്വരയിൽ സ്ഥാപിച്ചു. ഈ സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കാത്തവരെ എരിയുന്ന അഗ്നികുണ്ഡത്തിൽ എറിയുമെന്ന് രാജാവ് കൽപ്പിച്ചു. എന്നാൽ ബാബിലോൺ ദേശത്തെ ഭരണാധികാരികളായി നിയമിച്ച ഷദ്രാക്, മെഷാക്, അബദ്നെഗോ എന്നീ യഹൂദന്മാർ നമ്മുടെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിച്ചിരുന്നുള്ളൂ. കുപിതനായ രാജാവ് അവരെ എരിയുന്ന തീച്ചൂളയിലേക്ക് എറിയുവാൻ കൽപ്പിച്ചു. എന്നാൽ ആ 3 യുവാക്കളും ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ്. അഗ്നിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു. എന്നാൽ ദൈവം അഗ്നിയുടെ മധ്യത്തിൽ ഇറങ്ങുകയും അവരെ രക്ഷിക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏതവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്ന് ചിന്തിക്കാതെ 3 യുവാക്കളെ പോലെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്ന് നാം വിശ്വസിക്കുക. വചനം പറയുന്നു, കർത്താവിനെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുന്നു. നമുക്ക് പാടാം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, യേശുനാഥൻ പരിശുദ്ധൻ, യേശുനാഥൻ പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ, യേശുനാഥൻ പരിശുദ്ധൻ. അവൻ ഇമ്മാനുവേലായി ജീവിക്കുന്നു, എന്റെ ഉള്ളിൽ ഇന്നും ജീവിക്കുന്നു. എത്ര നല്ല ദൈവം ഈശോ, എത്ര നല്ല ഈശോ, എത്ര നല്ല ദൈവം ഈശോ. ആമേൻ. ഓ എത്ര നല്ല ഈശോ, ഓ എത്ര നല്ല ദൈവം ഈശോ. വചനം പറയുന്നു,
ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. കർത്താവ് നമ്മുടെ പരിശുദ്ധി ആഗ്രഹിക്കുന്നു. ആ പരിശുദ്ധനായ ദൈവത്തോട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ സ്നേഹത്താൽ എന്നെ പൊതിയണമേ. അങ്ങയുടെ ചൈതന്യം കൊണ്ട് ഇന്ന് എന്നെ മൂടണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. നിന്റെ സ്നേഹത്തിനാൽ എന്നെ പൊതിയണമേ. നിന്റെ ചൈതന്യത്താൽ എന്നെ മൂടണമേ. നിന്റെ സ്നേഹത്തിനാൽ എന്നെ പൊതിയണമേ. നിന്റെ ചൈതന്യത്താൽ എന്നെ മൂടണമേ. നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ഓ എത്ര നല്ല ഈശോ, എൻ്റെ ഈശോ. ഓ എത്ര നല്ല ദൈവമീശോ. കർത്താവേ, ഓ എത്ര നല്ല ഈശോ, ഈശോ. ഓ എത്ര നല്ല ദൈവമീശോ. നമ്മുടെ ദൈവം ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഞാൻ അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. ഞാൻ മരിച്ചവരുടെയല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമുക്കിങ്ങനെ പാടാം. കർത്താവേ, അങ്ങയുടെ അത്ഭുതത്തിന് അന്നും ഇന്നും ഒരു കുറവുമില്ല. അവിടുത്തെ ഞാൻ ആരാധിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അവൻ അബ്രഹാമിൻ ദൈവമായി ജീവിക്കുന്നു. അവൻ ഇസഹാക്കിൻ ദൈവമായി ജീവിക്കുന്നു. അവൻ അബ്രഹാമിൻ ദൈവമായി ജീവിക്കുന്നു. അവൻ ഇസഹാക്കിൻ ദൈവമായി ജീവിക്കുന്നു. അവൻ യാക്കോബിൻ ദൈവമായി ജീവിക്കുന്നു. ഓ എത്ര നല്ല ഈശോ, എൻ്റെ ഈശോ എത്ര നല്ലവൻ. ഓ എത്ര നല്ല ദൈവമീശോ. ആമേൻ. ഓ എത്ര നല്ല ഈശോ, ഓ എത്ര നല്ല ദൈവമീശോ. പരിശുദ്ധൻ, 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 യേശുനാഥൻ പരിശുദ്ധൻ. ആമേൻ.